നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എഴുതിയിട്ടുള്ള എ ഫ്രണ്ട് എന്നുള്ളൊരു കുഞ്ഞു കവിതയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കവിതയുടെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ എ ഫ്രണ്ട്, ഒരു നല്ല സുഹൃത്ത് എന്തായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് എന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതെന്ന് നോക്കാം. എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ ജനിച്ച ആളാണ്. ഹിസ് ഫസ്റ്റ് പോം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 17. 17ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ കവിത പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 11,000 പോംസ്. 11,000-ലധികം കവിതകൾ എഴുതിയിട്ടുള്ള ഒരു പോയറ്റാണ് നമ്മുടെ എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മുടെ കവിതയിലേക്ക് പോവാണ്. എ ഫ്രണ്ട് is one who stands to share your every touch of grief and care. ഒരു നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള എവരി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ സങ്കടം, കെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പോൾ നമ്മുടെ ഏത് തരത്തിലുള്ള സങ്കടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കെയറായി ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ബുദ്ധിമുട്ടോ സന്തോഷമോ സങ്കടമോ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിലൊക്കെയും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും. ഫ്രണ്ട് ഇസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഷെയർ ചെയ്യാൻ സാധിക്കണം. സന്തോഷമായാലും സങ്കടമായാലും നമ്മുടെ ഫ്രണ്ടിനോട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കണം. അത്തരത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന വ്യക്തിയാണ് നമുക്ക് നല്ലൊരു സുഹൃത്തായിട്ട് കണക്കാക്കാൻ സാധിക്കുള്ളൂ. ഹി കംസ് ബൈ ചാൻസ്. ചിലപ്പോൾ ആൾ വരുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കില്ല ആൾ വന്ന് നമ്മുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് കയറി വന്ന ഒരാളായിരിക്കാം. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. പക്ഷേ ആൾ നിലനിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചോയ്സ് ആയിരുന്നു. അതായത് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമുക്ക് തോന്നുകയാണ് അവൻ എൻ്റെ നല്ല സുഹൃത്താണെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആളുടെ കൂടെ സ്റ്റേ ചെയ്യും, നിലനിൽക്കും. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ ഒരു ബന്ധത്തിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ നിലനിർത്തും, അല്ലെങ്കിൽ നമ്മളവിടെ നിലനിൽക്കാനായിട്ട് ശ്രമിക്കും നല്ലൊരു സുഹൃത്താണെങ്കിൽ. യുവർ പ്രൈസസ് ഹിയസ് ക്വിക്ക് ടു വോയിസ്. നമ്മുടെ എന്താ പറയുക, വാഴ്ത്തലുകൾ, പുകഴ്ത്തലുകൾ എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പറയാനായിട്ട് ആൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. നെഗറ്റീവ് കുറ്റങ്ങൾ പറഞ്ഞ് നടക്കാതെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ സുഹൃത്തിന് നല്ല താല്പര്യമായിരിക്കും. നോ ഗ്രീവസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. യാതൊരു തരത്തിലുള്ള ഗ്രീവസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നാണ് ഗ്രീവസ് ഫോൾട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഓർ പാസിംഗ് വിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ചിന്തകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പല പല ചിന്തകളും ആഗ്രഹങ്ങൾ, താല്പര്യങ്ങളൊക്കെ കടന്നു പോകുമല്ലോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന എന്ത് തെറ്റുകളായാലും, നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന എന്ത് ചിന്തകളായാലും അതിനൊന്നിനും എന്തിനു സാധിക്കില്ല? നമ്മുടെ ഉള്ളിൽ ഒരു ശത്രുത ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. നമുക്കും അയാൾക്കും ഇടയിൽ ശത്രുത ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്ക് പറ്റുന്ന തെറ്റുകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെയും ഇഷ്ടപ്പെടാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും പറ്റുന്ന ആളായിരിക്കും നമ്മുടെ നല്ല സുഹൃത്ത്. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ, ഹി സ്ട്രെങ്തൻസ് യോഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അപ്പോൾ നമുക്കൊരാവശ്യം വരികയാണ്. ആ ആവശ്യം ചിലപ്പോൾ ഗ്രേറ്റ് ആവാം അല്ലെങ്കിൽ സ്മോൾ ആവാം. അതായത് വലിയൊരു ആവശ്യമായിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു ആവശ്യമായിരിക്കാം. എന്ത് തന്നെ ആയാലും ഹി സ്ട്രെങ്തൻസ് യോഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. പക്ഷെ അവിടെയൊക്കെയും ഒരു സ്ട്രെങ്തായിട്ട്, ശക്തിയായിട്ട് നമ്മുടെ സുഹൃത്ത് കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു കാര്യം അവസാനിക്കുന്നത് വരെയും, ആ ഒരു ആവശ്യം, നീഡ് അവസാനിക്കുന്നത് വരെയും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നവനായിരിക്കും നമ്മുടെ സുഹൃത്ത്. അതിപ്പോൾ വലിയൊരു ആവശ്യമൊന്നും ആയിക്കൊള്ളുന്നില്ല, ചെറുതോ വലുതോ ആയ എന്താവശ്യത്തിനും നമ്മുടെ കൂടെ അത് കഴിയുന്നവരെയും നിൽക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു സുഹൃത്തായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. No matter where your path may turn, your welfare is his chief concern. ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ വഴികൾ കൂടെ നമ്മൾ വഴിപിരിഞ്ഞ് പോയി കഴിഞ്ഞാലും അവിടെയൊക്കെയും യുവർ വെൽഫെയർ, നിങ്ങളുടെ നന്മ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലത് മാത്രമായിരിക്കും അയാളുടെ ഏറ്റവും ആദ്യത്തെ കൺസേൺ, അതായത് ആശങ്ക. അതായത് ഏതൊക്കെ വഴി കൂടെ നമ്മളിപ്പോൾ സ്കൂൾ മാറിപ്പോവുക, കോളേജ് മാറിപ്പോവുക, വീട് മാറിപ്പോവുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെയും നമ്മൾ എത്ര ദൂരത്ത് പോയി പെട്ട് കഴിഞ്ഞാലും നമ്മുടെ നന്മ അല്ലെങ്കിൽ നമ്മുടെ നല്ലത് മാത്രമായിരിക്കും നമ്മുടെ സുഹൃത്തിൻ്റെ, നല്ല സുഹൃത്താണെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ ആശങ്ക, അല്ലെങ്കിൽ അതിൽ അവൻ നല്ലോണം ശ്രദ്ധ ചെലുത്തുന്നുണ്ടായിരിക്കും. No matter what your dream may be,
ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ. എന്തൊക്കെയാണ് നമ്മുടെ സ്വപ്നം, യുവർ ഡ്രീം എന്ന് പറയുന്നത് സ്വപ്നമാണ്. നമ്മുടെ സ്വപ്നം അത് എന്ത് തന്നെ ആയിക്കോട്ടെ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, എപ്പോഴും നമ്മുടെ സുഹൃത്ത് പ്രേ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? യുവർ ട്രയംഫ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വിജയമാണ് കേട്ടോ. നമ്മുടെ സ്വപ്നം എത്ര തന്നെ വലുതായാലും ചെറുതായാലും അത് നടന്നു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിജയത്തിലേക്ക് എത്തണേ എന്നായിരിക്കും നമ്മുടെ സുഹൃത്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടാവുക. ദർ ഇസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. നമ്മൾ ചിലപ്പോൾ പറഞ്ഞറിയിക്കാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും, പക്ഷേ അത് ആരുടെയും കൂടെ ആഗ്രഹമായിരിക്കും, നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ ആഗ്രഹമായിരിക്കും. നമ്മൾ പറയാതെ തന്നെ അവന് അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു ആഗ്രഹം അറിയുമായിരിക്കും. ദ ലൈഫ് ഓഫ് എം ഹു ഹാസ് എ ഫ്രണ്ട് ഇസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. ഒരു ലൈഫ്, അതായത് ഒരു നല്ലൊരു സുഹൃത്തുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ഗാർഡഡാണ്. ഗാർഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സംരക്ഷിക്കുക അല്ലെങ്കിൽ കാവൽ നിൽക്കുക എന്നാണ്. അപ്പോൾ ഡബിൾ ഗാർഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ട കാവൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഇരട്ട സംരക്ഷണം ഉണ്ടാവും. രണ്ട് എന്താ പറയുക, ഡബിളായിട്ട് ആ ഒരു സംരക്ഷണം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ അത്രയും സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് സംരക്ഷിക്കാൻ, ഇരട്ട കാവൽ അല്ലെങ്കിൽ ഇരട്ട സംരക്ഷണം നമുക്ക് തരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് അത്രയും നല്ല രീതിക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഇത്രയേ ഉള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്